ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിനിടക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു റീസെൻ്റ്ലി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെൻ ഹോൾഡർ ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കളർ മിക്സിങ് വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടെ ഇട്ടാലോ എന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും 4 ബേസിക് കളേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരുപാട് പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ്. അപ്പം ഞാനിതിൽ ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. നമുക്ക് കോമൺ ആയിട്ട് വേണ്ട ഒരു കളറാണ് ഇത്. വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് ഇതാ ക്രോം യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ക്രോം യെല്ലോ തന്നെ വേണമെന്നൊന്നുമില്ല, ലെമൺ യെല്ലോ ആയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള ലെമൺ യെല്ലോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്രോം യെല്ലോ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഷെയ്ഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേൺസി തന്നെയാണ്, എന്നുവെച്ചാൽ ബ്രൗണ്. പിന്നെ വേണ്ടത് ഇതാ ഈ ഒരു ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു കളറ്, ഇത് വന്നിട്ട് ക്രിംസൺ റെഡ് എന്ന് പറയും. ഇതിൽ ഈ രണ്ടും ഫെവിക്രിലിൻ്റെയും പിന്നെ ബാക്കിയൊക്കെ ക്യാമലിൻ്റെ അക്രിലിക് പെയിൻറ്റ്സും ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി ഈ വെറും 5 കളർ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലും കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെയിൻറ്റ് ഞാൻ പൊതുവേ ഇതുപോലത്തെ വലിയ ബോട്ടിൽസാണ് മേടിക്കാറ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് സേജ് ഗ്രീൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഓഫ് ലൈറ്റ് ബ്ലൂവും ഒരു പിഞ്ച് ഓഫ് ക്രോം യെല്ലോയും പിന്നെ വളരെ ടൈനി എമൗണ്ട് ഓഫ് ബേൺസി എണ്ണയും എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ബ്രൗൺ കളർ. അത് വളരെ ചെറിയ അളവിൽ മാത്രം എടുത്താൽ മതി. ഞാൻ എല്ലാത്തിലും ഇതുപോലെ കുറച്ച് ബേൺസി എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷനും ഒക്കെ കുറച്ചിട്ട് ഒരു ന്യൂഡ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സ്കൈ ബ്ലൂ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ എടുക്കുന്ന കളറിൻ്റെ പ്രപ്പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കൈ ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ബ്ലൂവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേൺസി എണ്ണയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാവൻഡർ കളർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രിംസൺ റെഡും ലൈറ്റ് ബ്ലൂവും ബേൺസി എണ്ണയാണ്. അപ്പോൾ ഈ 3 കളേഴ്സും കൂടെ മിക്സ് ചെയ്യുമ്പം നമുക്ക് ലാവൻഡർ ഷെയ്ഡ് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ ഷെയ്ഡിൻ്റെ പേരാണ് ഡസ്റ്റി റോസ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രിംസൺ റെഡും ബേൺസി എണ്ണയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോറൽ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിന് വേണ്ടിയിട്ട് ക്രിംസൺ റെഡും ക്രോം യെല്ലോയും പിന്നെ ബേൺസി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കോറൽ പീച്ച് ഷെയ്ഡ് കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് മസ്റ്റാർഡ് യെല്ലോ ആണ്. അപ്പോൾ മസ്റ്റാർഡ് യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോം യെല്ലോയും പിന്നെ കുറച്ച് ബേൺസി എണ്ണയും എടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ബേജ് ആണ്. പക്ഷേ ന്യൂഡ് ബേജിൽ നമ്മൾ കുറച്ചും കൂടെ ബേൺസി തന്നെ എടുക്കണം. പക്ഷെ ഞാനിവിടെ എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി. ആക്ച്വലി ഇത് ലൈറ്റ് ന്യൂഡ് ബേജ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ബേൺസി തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടും. അതിൻ്റെ ആ ഒരു കളർ മിക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ന്യൂഡ് ബേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് ന്യൂഡ് ബേജിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഷെയ്ഡ്സിലെല്ലാം കുറച്ചും കൂടെ വൈറ്റ് പെയിൻറ് മിക്സ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ലൈറ്റർ ഷെയ്ഡ്സ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം സേജ് ഗ്രീനിൽ കുറച്ചുകൂടെ വൈറ്റ് ആഡ് ചെയ്താൽ നമുക്ക് മിൻറ്റ് ഗ്രീന് കിട്ടും. സ്കൈ ബ്ലൂവിൽ കുറച്ചുകൂടെ വൈറ്റ് മിക്സ് ചെയ്യുമ്പം ബേബി ബ്ലൂവും കിട്ടും. ഇനി ലാവൻഡർ കളറിൽ വൈറ്റ് മിക്സ് ചെയ്യുകയാണെങ്കിലോ ലൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. ഇനി ഡസ്റ്റി റോസിൽ വൈറ്റ് മിക്സ് ചെയ്താൽ നമുക്ക് ബ്ലഷ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. ഇനി കോറൽ പീച്ചിൽ നിന്ന് നമുക്ക് പീച്ച് ക്രീം എന്ന് പറഞ്ഞുള്ള ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. ഇനി മസ്റ്റാർഡ് യെല്ലോയിൽ കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്താൽ നമുക്ക് ക്രീം ഓർ ഐവറി ഷെയ്ഡ് കിട്ടും. ഇനി ന്യൂഡ് ബേജ് ഇതുപോലെ നമുക്ക് ലൈറ്റ് ന്യൂഡ് ബേജും ഉണ്ടാക്കിയെടുക്കാം. ബേൺസി തന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ന്യൂഡ് ബേജ് കിട്ടും. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്താൽ നമുക്ക് ലൈറ്റ് ന്യൂഡ് ബേജ് കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഷെയ്ഡ്സിൻ്റെയും സ്വാച്ചസ് കാണിക്കാം. അപ്പോൾ ഇനി ഓരോ പേസ്റ്റൽ ഷെയ്ഡ്സും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് ഇനി കാശൊന്നും കളയണ്ട. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.